നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ ലാറ്റക്സ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ലാറ്റക്സിനകത്ത് കൈകാര്യം ചെയ്യുന്നത് നോക്കുന്നത്. നമ്മൾ ഓവർലീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനതിന് മാത്സ് എന്ന് പേര് കൊടുക്കുന്നു. ഒരു മാത്സ് ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പുതിയ പ്രൊജക്റ്റ് നമുക്കുണ്ടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബേസിക് ബോയിലർ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാക്കേജ് ഉപയോഗിക്കണം. അത് ആണ് AMS മാത്ത് എന്നുള്ള പാക്കേജ്. അപ്പോൾ ഞാനിവിടെ യൂസ് പാക്കേജ് AMS മാത്ത് എന്ന് കൊടുക്കുന്നു. AMS ഫോണ്ട് AMS മാത്ത് ആക്കണം. AMS മാത്ത് എന്നുള്ളത് കൊടുത്തു. ഇനിയാണ് നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുക. ഇവിടെ നമ്മൾ സെക്ഷനും മേക്ക് ടൈറ്റിലൊക്കെ നമുക്ക് ഇതൊക്കെ എടുത്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ല. ബിഗിൻ ഡോക്യുമെൻറ്റ്, എൻഡ് ഡോക്യുമെൻറ്റ്. ഇവിടെ നമുക്ക് ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വേഷൻസ് രണ്ട് തരത്തിലാണ് ലാറ്റക്കിൽ എഴുതുന്നത്. ഒന്ന് ഇൻലൈൻ മോഡും മറ്റൊന്ന് ഡിസ്പ്ലേ മോഡുമാണ്. ഇൻലൈൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇക്വേഷൻസ് എഴുതുന്ന രീതിയാണ് ഇൻലൈൻ മോഡ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ മോഡ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാത്രമായിട്ട് വേറെ ലൈനിൽ ഇക്വേഷൻ മാത്രമായിട്ട് വേറിട്ട് നിർത്തുന്ന മോഡാണ് ഡിസ്പ്ലേ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻലൈൻ മോഡിൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് $1 സിമ്പിളിൻ്റെ ഇടയിൽ വേണം ഇക്വേഷൻ എഴുതാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനം എഴുതാം. അപ്പോൾ E=mc² എന്നുള്ള സംഗതി ഞാൻ എഴുതാം. സ്ക്വയറിന് വേണമെങ്കിൽ നമ്മൾ ഇതാണ് കൊടുക്കേണ്ട സിമ്പിൾ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാം E=mc² എന്നുള്ളൊരു ഇക്വേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇക്വേഷൻ ചെയ്തുള്ളത് ഇൻലൈൻ മോഡിലാകുമ്പോൾ പ്രത്യേകം എടുത്തറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതാം. ഇൻലൈൻ മോഡ് എന്ന് എഴുതി ഞാൻ ഒരു രണ്ട് വരട്ട് ഞാനൊരു എൻ്ററാണെന്ന് അർത്ഥം. ഇൻ ഫിസിക്സ് മാത്സ് ആൻഡ് ഇക്വേഷൻ ഈസ് E=mc² എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഞാൻ റീകമ്പയർ ചെയ്യാം. ഇപ്പോൾ കണ്ട ഈ കാണുന്ന ടെക്സ്റ്റിനൊപ്പം തന്നെയാണ് ഇക്വേഷൻ വന്നത്. അതാണ് ഇൻലൈൻ മോഡിൻ്റെ പ്രത്യേകത. ഇൻലൈൻ മോഡിൽ ഇക്വേഷൻ എഴുതാൻ നമുക്ക് 3 മാർഗ്ഗങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം കണ്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ $2 ഉള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടു. അടുത്തൊരു മാർഗ്ഗം ഒരു സിംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബ്രാക്കറ്റിന് നമ്മളിങ്ങനെ കൊടുത്ത ബ്രാക്കറ്റിൻ്റെ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ബ്രാക്കറ്റിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ബ്രാക്കറ്റ് ഇടുന്നു. ഇതിനകത്ത് നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. E=mc² എന്ന് എഴുതുന്നു. ഇനി ആ ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യുന്നു. ഇതിട്ടിട്ട് ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ പ്രിൻ്റായി വരുന്ന കാണാം. ഇവിടെ നമ്മളിവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ഇടാത്തതുകൊണ്ടാണ് ഒരൊറ്റ ലൈനിൽ വന്നത്. നമുക്ക് എൻ്റർ ഇട്ട് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇനി ഞാൻ അടുത്തൊരു എൻ്റർ ഇട്ട് അടുത്തൊരു മെത്തേഡ് കാണിക്കണം. അടുത്ത മെത്തേഡ് ബിഗിൻ മാത്ത് എൻഡ് മാത്ത് എന്നുള്ളതാണ്. എൻഡ് മാത്ത് എന്നുള്ളതിനകത്താണ് നമ്മൾ അടുത്ത ഇക്വേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ സെയിം ഇക്വേഷൻ തന്നെ കൊടുക്കുന്നു. യെസ്. അപ്പോൾ ഈ 3 രീതിയിൽ, അതായത് ബിഗിൻ മാത്ത് എൻഡ് മാത്തിൻ്റെ ഉള്ളിലായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് $2 സൈൻ്റെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ഒരു ബ്രാക്കറ്റ് ക്ലോസ്, അത് വെറും ബ്രാക്കറ്റ് ഇടാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? എസ്കേപ്പ് ക്യാരക്ടർ കൂടി കൂടെ കൊടുത്തിട്ട് അതായത് \/ കൂടി കൂടെ കൊടുത്തിട്ട് വേണം ബ്രാക്കറ്റ് ഇടാൻ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇൻലൈൻ മോഡലായിട്ട് നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ E=mc² മാത്രമല്ല വേറെ നമുക്ക് എഴുതാം. A+B എന്നുള്ള ബ്രാക്കറ്റിലാണ്. അപ്പോൾ A+B എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ തന്നെ ഇടുന്നു. ഹോൾ സ്ക്വയർ ആകുമ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഇടുന്നു, 2 എന്ന് എഴുതുന്നു. =, ഓക്കെ, ലെറ്റ്സ് ട്രൈ. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ഇൻലൈൻ മോഡ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡിസ്പ്ലേ മോഡ് നോക്കാം. ഡിസ്പ്ലേ മോഡ് എന്ന് പറയുന്നത് ഇക്വേഷനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ കൂടെ തന്നെ ഇക്വേഷൻ വരുന്ന രീതിയാണ്. ഡിസ്പ്ലേ മോഡ് ആകുമ്പോൾ അത് വേറിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ മോഡ് നോക്കാം. ഡിസ്പ്ലേ മോഡും നേരത്തെ പറഞ്ഞ പോലെ 3 മെത്തേഡാണുള്ളത്. $1 പകരം $2 കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേ മോഡ് കിട്ടും. ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ഇതന്നെ എടുക്കാം. മുകളിലത്തെ സാധനം ഞാൻ കോപ്പി ചെയ്യാം. ഇന്ത്യൻ മോഡ് വഴി ഞാൻ ഡിസ്പ്ലേ മോഡ് എന്നാക്കുന്നു. ഇപ്പോൾ ഡിസ്പ്ലേ മോഡിനകത്ത് നമ്മൾ ഇൻ ഫിസിക്സ് മാസ് ഇക്വേഷൻ നിങ്ങളുടെ ഈ ഡോളർ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ $2 സൈൻ കൊടുക്കുന്നു. ഇപ്പോൾ $1 ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ തന്നെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ എന്തെങ്കിലും എറർ പോയി. അപ്പോൾ $2 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഡിസ്പ്ലേ മോഡ് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ എഴുതിയപ്പോൾ മറ്റേതുപോലെ തന്നെ ഒരുമിച്ചാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ ഈ സമയം സ്കോർ എഴുതിയപ്പോൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരൊറ്റ ലൈനിലേക്ക് അത് എടുത്തു വന്നത്. അതൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്കിങ്ങനെ നിൽക്കുന്നത് കാണാം. ഇതാണ് ഡിസ്പ്ലേ മോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രീതിയിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റാണ് മുമ്പ് ഉപയോഗിച്ചത്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇത് എഴുതാം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതണമെങ്കിൽ ആദ്യം സ്ലാഷ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റിനെ എസ്കേപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇപ്പോൾ സെയിം ഇക്വേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും സ്റ്റാൻഡേർഡ്, അതായത് ഡിസ്പ്ലേ മോഡിനകത്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. കണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേ മോഡിൽ പ്രിൻറ്റ് ചെയ്യുന്ന 2 മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ, നമ്മളിതിൽ ബിഗിൻ ഇക്വേഷൻ ഓട്ടോമാറ്റിക് എൻഡ് ഇക്വേഷൻ വന്നോളും. ഇവിടെ നമ്മൾ ഒരു സംഗതി കൊടുത്താൽ അത് എന്ത് കിട്ടും നിൽക്കും? വെറുതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ മുമ്പത്തെ ഇക്വേഷൻസും ഈ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇതിനകത്ത് 1 എന്നൊരു നമ്പർ ഉണ്ട്. അതായത് ബിഗിൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ 1, 2 എന്നുള്ള നമ്പറുകൾ വരും. ഈ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ ഇട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇക്വേഷൻസ് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് തന്നെ അഡീഷണൽ A+B=C എന്നുള്ള സിമ്പിളായിട്ടുള്ള സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് എറർ കിട്ടും. മാത്രമല്ല ഇവിടെ അത് ഒറ്റ ലൈനിൽ അത് വരികയും ചെയ്യും. ഇവിടെ നമുക്ക് എറർ വന്നിട്ടുണ്ട്. അണ്ടർഫുൾ എച്ച് ബോക്സ് അത് വലിയ പ്രശ്നമുള്ള എററല്ല. പക്ഷേ ഇവിടെ നോക്കൂ, അത് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ ഇക്വേഷനായിട്ട് കണക്കാക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അലൈൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അത് പിന്നീട് പറയാം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് അലൈൻ എന്ന് പറയുന്ന. ബിഗിൻ അലൈൻ എൻഡ് അലൈൻ്റെ അകത്താണ് ഇക്വേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഇവിടെ എഴുതാം. E = MC², A = B + C, A² + B² = C എന്നുള്ള 3 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഇനി ഞാനൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, 3 ഇക്വേഷനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ? 3 അപ്പോൾ വെറും ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ഇക്വേഷൻ കൊടുക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? അലൈൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ഈ സമയം ഇതിന് നമ്പർ വേണ്ടാന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ മുമ്പ് എഴുതി ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ നമ്പർ വേണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷന് ശേഷം ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിന് ശേഷം ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ ആ നമ്പർ അവിടെ നിന്ന് ഒഴിവാകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, 1 എന്നുള്ളത് ഒഴിവാകുന്നത് കാണാം. ആ 1 താഴത്തേക്ക് പോയി, അതായത് ഇതിലേക്ക് വന്നു. അതുപോലെ ഇതിനകത്തും ഈ അലൈനകത്തും നമ്മൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ ഒഴിവാക്കണം, നമ്മളിവിടെ സ്റ്റാർ കൊടുത്താൽ മതി. അലൈന് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പറിങ്ങും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ തൽക്കാലം നമ്പർ ഇട്ട് തന്നെ പോവാം. സ്റ്റാർ ഒഴിവാക്കുന്നു, നമ്പർ തിരിച്ചു വരും. ഓക്കെ, അപ്പം നമുക്ക് അലൈൻ
എന്നതിൻ്റെ അകത്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് നമ്പർ വരും. സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമ്പറൊക്കെ പോകും. എനിക്ക് ഉദാഹരണത്തിന് ഒന്നാമത്തെ മാത്രം നമ്പർ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ /no number എന്നുള്ള ഇത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രം നമ്പർ വരാതിരിക്കും. നമുക്ക് നോക്കാം. കണ്ടോ? അപ്പോൾ ആദ്യത്തിന് മാത്രം നമ്പർ വന്നില്ല, ബാക്കി 1 2 എന്ന് കൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് ഒരെണ്ണത്തിന് മാത്രമായിട്ട് നമുക്ക് നമ്പർ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇത് അലൈൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് അലൈൻ ചെയ്യാം. നമുക്ക് ഈ ഉദാഹരണത്തിന് ഈക്വൽ ടു വെച്ചല്ല, ഇപ്പോൾ ഇത് ഇങ്ങനെ തോന്നിയ പോലെ വന്നില്ല. അപ്പോൾ ഈക്വൽ ടു വെച്ചല്ല അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വൽ ടുവിന് അവിടെ ഒരു ആൻഡ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലായിടത്തും നിന്ന് ആൻഡ് സിമ്പിൾ ഇട്ട് നോക്കാം. റീകമ്പൈൽ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഈ ഈക്വൽസ് മുഴുവൻ സെൻട്രൽ അലൈനായി. ഈക്വൽ ടു അനുസരിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ അലൈൻ ആയത് കണ്ടു. അപ്പോൾ ഇങ്ങനെ ഈക്വൽ സൈൻ വെച്ചിട്ടോ എവിടെ വെച്ചിട്ടോ അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആൻഡ് സിമ്പിൾ എവിടെ ഇട്ട് വെച്ചാൽ ആൻഡ് സിമ്പിൾ വരുന്നതനുസരിച്ച് നമ്മുടെ ഇക്വേഷൻസ് അലൈൻ ആവുന്നത് കാണാം. ഇതാണ് അലൈനിൻ്റെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്രാക്ഷൻ നോക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും പുറത്ത് വിടുന്ന സാധാരണ ഇക്വേഷൻ സിംഗിൾ ഡോളറിൻ്റെ ഉള്ളിൽ ചെയ്യാം. ഫ്രാക്ക് എന്നുള്ളത് നമ്മൾ അതായത് ഡിവൈഡ് ചെയ്യുന്നത് ഫ്രാക്ക് എന്നുള്ള സംഗതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ക് എന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ 2 എംപ്റ്റി ബോക്സസ് വരും. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഫ്രാക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് AB/CD എന്നാണ്, അല്ലെങ്കിൽ A/B എന്നിടാം. A/B ആണ് വേണ്ടതെങ്കിൽ ഞാൻ A/B എന്നുള്ളത് ഇങ്ങനെ A ആദ്യത്തെ ബ്രാക്കറ്റിലും B രണ്ടാമത്തെ ബ്രാക്കറ്റിലിടുന്നു, റീകമ്പൈൽ ചെയ്യുന്നു. കണ്ടില്ലേ, ഇവിടെ നമുക്ക് A/B എന്നുള്ളത് കിട്ടി. ഇനി AB/BC ആണെങ്കിൽ നമുക്കിതുപോലെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഫ്രാക്ക്, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്നത്. ഇനി അങ്ങനെ സബ്സ്ക്രിപ്റ്റ് എഴുതാൻ നോക്കാം. സബ്സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ അണ്ടർസ്കോറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് X സബ്സ്ക്രിപ്റ്റ് A എന്നുള്ള ഇതിൽ എഴുതണമെങ്കിൽ നമുക്കിങ്ങനെ X_ എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ എക്സിൻ്റെ താഴെ സബ്സ്ക്രിപ്റ്റായിട്ട് A വരും. സൂപ്പർ സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മൾ മുമ്പ് പഠിച്ചു. A² എന്നൊക്കെ നമ്മൾ MC² ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇട്ട് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൂപ്പർ സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. സബ്സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ്. ഞാൻ 2 എഴുതണമെന്ന് വിചാരിച്ചോ, അവിടെ നമ്മൾ ലൈൻ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ തിരിച്ചറിയില്ല. 2, അതായത് എക്സിന് തന്നെ സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാം. $X_A raised to B. സോ കണ്ടില്ലേ, എക്സിന് തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി. ഇനി സ്ക്വയർ റൂട്ട് നോക്കാം. സ്ക്വയർ റൂട്ട് ഇടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് /square root എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. SQRT എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ എന്താണോ സ്ക്വയർ റൂട്ടിനകത്ത് വരുന്നത് കൊടുക്കുക. SQRT എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ √A വന്നത് കാണാൻ പറ്റും. നമുക്ക് ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രലിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ /int എന്നുള്ളതാണ് ഇൻ്റഗ്രൽ. ഡോളർ വിട്ടുപോയി, ഡോളർ വേണം, $1 മതി. ഓക്കെ, ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രലിൻ്റെ താഴെ വരുന്ന ലിമിറ്റ്, അതായത് സബ്സ്ക്രിപ്റ്റായിട്ട് നമ്മൾ x=0 എന്ന് കൊടുത്തു, മുകളിൽ π കൊടുത്തു, x/dx എന്ന് കൊടുത്തു. അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ, ഓക്കെ, ഞാനൊരു എൻ്റർ ഇടാൻ വിട്ടോ, എല്ലാം കൂടി ക്ലംസി ആവും. ഇപ്പോൾ കണ്ടില്ലേ, ഇൻ്റഗ്രൽ x=0 to π x/dx എന്ന് എഴുതി. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ /integral എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ π എന്നുള്ളത് നമ്മൾ പൈയുടെ സിമ്പിൾ കിട്ടാൻ വേണ്ടി /π എന്ന് ഉപയോഗിക്കുന്നു. ഒരുപാട് സിമ്പിൾസ് ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ ഗാമ ബീറ്റ ഒക്കെ കിട്ടണമെങ്കിലൊക്കെ നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ ഇതിൻ്റെ ട്യൂട്ടോറിയൽസിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സം ഓഫ് എന്നുള്ള സംഗതി നോക്കാം. അതിന് സം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സം ടൈപ്പ് ചെയ്യുമ്പോൾ ഇനി ഈ സമ്മിൻ്റെ തന്നെ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണമെങ്കിൽ
ഇതേപോലെ അണ്ടർസ്കോർ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരും. നമുക്കത് x = 0 കൊടുക്കാം. അതുപോലെ അപ്പർ ലിമിറ്റായിട്ട് 100 f(x) എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ ഒന്ന് വലുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ സം ഓഫ് x = 0, സം എന്നുള്ളതിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് നമ്മൾ x = 0 കൊടുത്തു, മുകളിൽ നമ്മൾ 100 കൊടുത്തു. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, സം ഓഫ് x = 0, 100 f(x). ഇങ്ങനെ നമുക്ക് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ. ഞാൻ അതിൻ്റെ ഒരു ബേസിക്സ് ആണ്, അതായത് മാത്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ബേസിക്സ് ആണ് തരുന്നുള്ളൂ. കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്സിൻ്റെ വലിയ ഇക്വേഷൻസ് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ എനിക്കറിയാവുന്ന മാത്സ് വെച്ചിട്ട് അതിൻ്റെ ഒരു സംഗതി പറഞ്ഞു തന്നുള്ളൂ. മാത്സിൽ ഞാൻ ശിശുവാണ്. നമുക്ക് അടുത്ത ഇക്വേഷൻ കൂടെ നോക്കാം. നമ്മൾ ലിമിറ്റ് വെച്ചിട്ട് ചെയ്യില്ലേ, അതാണ് ഡോളർ സിമ്പിളിനിടയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാം. $1 ഓട്ടോമാറ്റിക്കായിട്ട് ഡോളർ പുള്ളി ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിമിറ്റിൻ്റെ നമ്മൾ സബ്സ്ക്രിപ്റ്റായിട്ട് x എന്നായിരുന്നു. ഈ /2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ 2 എന്നുള്ളൊരു സംഗതി വരും. അതായത് ലിമിറ്റ് x to a f(x) എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. നമുക്കതൊന്ന് കമ്പയർ ചെയ്യാം. ലിമിറ്റ് 2 എന്നിട്ട ഇതാണ് ആരോ മാർക്കിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 2 എന്നുള്ള ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽസിൽ അല്ലെങ്കിൽ ഇവരുടെ ഇതിനകത്ത് നമുക്ക് സെർച്ച് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ലാറ്റക്കിൻ്റെ ഓവർലീഫിൻ്റെ തന്നെ സൈറ്റിൽ നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ സിമ്പിൾസിനൊക്കെ പേരുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആൽഫ, ബീറ്റ, ഗാമൊക്കെയാണ് ഇതിനൊക്കെ പേരുകളുണ്ട്. ഞാനൊന്നിട്ട് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ഗാമ. കണ്ടില്ലേ, ആൽഫ, ബീറ്റ, ഗാമ എന്നു. ഇതൊക്കെ കേസ് സെൻസിറ്റീവ് ആണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ ഗാമ എന്നുള്ളത് ക്യാപിറ്റൽ ഗാമ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ റീകമ്പയർ ചെയ്യുമ്പോൾ ഗാമ കണ്ടില്ല, ക്യാപിറ്റൽ ഗാമയിലേക്ക് അത് മാറുന്നത് കാണാം. അപ്പോൾ അതൊക്കെ കേസ് സെൻസിറ്റീവ് ആണ്. അതനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു ഇക്വേഷൻ നോക്കാം. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. SO അതിൻ്റെ താഴെ 4 എന്ന് വരും, മുകളിൽ 2 മൈനസ് എന്ന് വരും, പ്ലസ് BA സ്ക്വയറായിട്ട് മുകളിലായിട്ട് 2 പ്ലസ് വരും. പിന്നെ റൈറ്റ് ആരോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആരോ നമ്മൾ കെമിസ്ട്രി ഇക്വേഷനിൽ കണ്ടില്ലേ ആരോസ് വരുന്നു. അപ്പോൾ റൈറ്റ് ആരോ BSO4 അതിൻ്റെ താഴെ 4 ആയിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെ വരും നോക്കാം. സോറി, ഇത് നമ്മൾ ഇട്ടില്ല. നൂലൈനില്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, SO സൂപ്പർസ്ക്രിപ്റ്റായിട്ട് 2 ഉണ്ട്, സബ്സ്ക്രിപ്റ്റായിട്ട് 4 ഉണ്ട്. അടുത്ത BA സൂപ്പർസ്ക്രിപ്റ്റ് 2+ ഉണ്ട്, BSO4 എന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇക്വേഷൻസ് നമുക്ക് ലാറ്റെക് വെച്ച് വളരെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ റൂട്ടും സ്ക്വയറും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ മറ്റു കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഡിവൈഡും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം വേണമെങ്കിലും ഈ പറഞ്ഞ ഫ്രാക്ക്, ഇൻഡ്, ലിം, സം, ഇൻഡ്, സ്ക്വയർ റൂട്ട്, ഇൻഡ് എന്നൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ മൾട്ടി ലൈൻ എഴുതാനും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാത്സിനകത്ത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. ഈ ഒരു ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതികൾ ചെയ്യാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ലാറ്റക്കിൽ തന്നെ ഓവർലൈഫിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലാറ്റെക് പഠിക്കാനുള്ള സംഗതികൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലിട്ട് മാത്തമാറ്റിക്സ് എന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, സബ്സ്ക്രിപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ എക്സാമ്പിൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം,
മോഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ കണ്ടേ നേരത്തെ പറഞ്ഞ ഗ്രീക്കിൽ ആൽഫ, ബീറ്റ, ഗാമ, റോ, സിഗ്മ, ഡെൽറ്റ ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഇത് വന്ന് നോക്കിയാൽ മതി. ഇതിലെ ബാക്കിയെല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഞാൻ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്സിലെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായി മുന്നിലേക്ക് കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ.